ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ദശകത്തിലെ 7ഉം 8ഉം ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ഭൂമൻ മാനസ ബുദ്ധി അഹംകൃതിമിളഃ ചിത്താഖ്യ വൃത്യന്വിതം. ഭൂമൻ മാനസ ബുദ്ധി അഹംകൃതിമിളഃ ചിത്താഖ്യ വൃത്യന്വിതം. തച്ചാന്ധഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാ സൃജത്. തച്ചാന്ധഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാ സൃജത്. ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ. ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ. തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനി ത്വദ്ബലാത്. തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനി ത്വത് ബലാത്. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഹേ ഗുരുവായൂരപ്പ, പ്രഭുവായ വിഭുവായ ഗുരുവായൂരപ്പ, സർവവ്യാപിൻ, അങ്ങയുടെ ശക്തിയാൽ പ്രേരണയാൽ സാത്വികാഹങ്കാരം തന്നെയാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന വൃത്തിയോടുകൂടി അന്ധഃകരണത്തെയും സൃഷ്ടിച്ചത്. തൈജസ എന്ന് പറഞ്ഞാൽ രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം സംജാതമായി. ഗുരുവായൂരപ്പ, മരുത്പുരപദേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശക്തിയാൽ പിന്നെ ആ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രമായ ശബ്ദം ജനിച്ചു. വീണ്ടും പ്രകൃതി എങ്ങനെയാണ്, മായ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് എന്ന് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഭഗവാനെ, സർവവ്യാപിയാണ് അവിടുന്ന്. അങ്ങയുടെ ശക്തി കൊണ്ട് തന്നെയാണ് ഈ സാത്വികാഹങ്കാരം, അന്ധഃകരണത്തെ, ഉള്ളിലുള്ള മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരത്തെ സൃഷ്ടിച്ചത്. പിന്നെ രാജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ ഗുരുവായൂരപ്പ, അങ്ങയുടെ ശക്തിയാൽ ആ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ഓരോന്നിൻ്റെയും ഗുണങ്ങളും ഉണ്ടായത് എന്ന് പറയുന്നു. ഇവിടെ ഭഗവാനോട് ഭട്ടതിരിപ്പാട് അങ്ങനെയാണ് പറയുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മൾ പദം മുറിച്ച് വായിക്കുക നോക്കാം. ഭൂമൻ മാനസ ബുദ്ധ്യഹംകൃതിമിളഃ എന്നുണ്ട്. ബുദ്ധി അഹംകൃതി ഇളഃ അങ്ങനെ വായിക്കണം. എന്നാൽ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റും. ചിത്താഖ്യ വൃത്യന്വിതം. ഭൂമൻ മാനസ ബുദ്ധി അഹംകൃതിമിളഃ ചിത്താഖ്യ വൃത്തി അന്വിതം. അങ്ങനെ വായിക്കുകയാണെങ്കിൽ അങ്ങനെ വായിക്കാം. അല്ല, ചിത്താഖ്യ വൃത്യന്വിതം അങ്ങനെയും വായിക്കാം. വൃത്തി അന്വിതം എന്നാണ് പദം മുറിക്കുമ്പോൾ നമ്മൾ വായിക്കുക. തച്ചാന്ധഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാ സൃജത്. ജാതഃ തൈജസതോ, ഇവിടെ ജാതസ്തൈജസതോ എന്നുണ്ട്. അപ്പം അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ. ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ. തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ അജനി ത്വദ്ബലാത് എന്ന് വായിക്കണം. പക്ഷേ ശബ്ദോ ജനി ത്വദ്ബലാത് എന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ താമസാംശാൽ പുനഃ കഴിഞ്ഞിട്ട് ഡാഷ് ഉണ്ട്, ഒരു ചെറിയ വര. പിന്നെ സ്തൻ മാത്രം
സാവും താവും കൂടിയിട്ട് ആണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇങ്ങനെ വായിക്കാമല്ലോ. തത് താമസാംശാത് പുനഃ തന്മാത്രം. ഈ സാവാണ് അവിടെ മുകളിലത്തെ പുന എന്ന് കഴിഞ്ഞിട്ടുള്ള ആ വാക്കിൻ്റെ അടുത്ത് പുനഃ, അതായത് വിസർഗം വരുമ്പോൾ ഹ എന്ന് നമ്മൾ വായിക്കാറുണ്ടല്ലോ, അതിനെയാണ് പുനഃ. നഭസോ മരുത്പുരപതേ ശബ്ദോജനി ത്വത് ബലാത്. ഇതിനെ രാഗത്തിൽ ചൊല്ലി നോക്കാം. ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതിമിളഃ ചിത്താഖ്യവൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത്. ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഭൂമൻ മാനസബുദ്ധി അഹങ്കൃതിമിളഃ ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്ധകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത്. ജാതഃ തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ ജനി ത്വദ്ബലാത്. ഇനി 8ാമത്തെ ശ്ലോകം നോക്കാം. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം. തസ്മാത് രൂപമഥോ മഹോഥ ചരസം തോയം ച ഗന്ധം മഹീം. തസ്മാത് രൂപമഥോ മഹോഥ ചരസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവകലനാദ്യാദ്യാദ്യധർമാന്വിതം. ഏവം മാധവ പൂർവകലനാദ്യാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. ഹേ ഗുരുവായൂരപ്പ, ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും സ്പർശത്തിൽ നിന്ന് വായുവിനെയും വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും ജലം, ഗന്ധം, ഭൂമി എന്നിവയെയും സൃഷ്ടിച്ചില്ലേ ഭഗവാനെ എന്ന് പറയുകയാണ്. തേജസ്സിൽ നിന്ന് രസം വന്നു, രസത്തിൽ നിന്ന് ജലം വന്നു, ജലത്തിൽ നിന്ന് ഗന്ധം വന്നു, ഗന്ധത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ വിഭോ എന്ന് വിളിക്കുകയാണ്. അങ്ങ് സൃഷ്ടിച്ച മാധവ, ഇങ്ങനെ മുമ്പ് ഉണ്ടായവയുടെ സംബന്ധം ചെയ്തതുകൊണ്ട് ആദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ ഭഗവാനെ അവിടുന്ന് തന്നെ താമസാഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു. അപ്പോൾ 3 അഹങ്കാരത്തിൽ നിന്ന് 3 സൃഷ്ടികളുണ്ടായി. സാത്വികാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയം, രാജസത്തിൽ നിന്ന് കർമ്മേന്ദ്രിയം, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും ഉണ്ടായി. പഞ്ചതന്മാത്രകളും അതേപോലെ പഞ്ചഭൂതങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞു തരികയാണ് ഇവിടെ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പദം മുറിച്ച് വായിക്കാം എന്ന് നോക്കാമല്ലോ. ശബ്ദാദ്യോമ എന്നിരിക്കുന്നത് ശബ്ദാദ് വ്യോമ. അങ്ങനെ പദം മുറിച്ച് വായിക്കുമ്പോൾ അർത്ഥവും നമുക്ക് മനസ്സിലാവും. ശബ്ദാദ് വ്യോമ, ശബ്ദത്തിൽ നിന്ന് വ്യോമം പറഞ്ഞ ആകാശം. തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം. അതിൽ നിന്ന് സ്പർശം, ആകാശത്തിൽ നിന്ന് സ്പർശം തൊടുക. തതോ മാരുതം, മാരുതം എന്ന് പറഞ്ഞാൽ കാറ്റ്, വായു എന്നർത്ഥം. തസ്മാത് രൂപമഥോ, തസ്മാത് രൂപം അഥോ മഹോഥ ചരസം തോയം ച ഗന്ധം മഹീം. തസ്മാത് രൂപമഥോ എന്ന് ചെയ്തിട്ടുണ്ട്.
അത് വായിക്കുന്ന സമയത്ത് തസ്മാത് രൂപം അതോ അല്ലെങ്കിൽ തസ്മാത് രൂപമതോ അങ്ങനെയും വായിക്കാം. മഹോധചരസം തോയം ചഗന്ധം മഹീം. മാരുതനുണ്ടായി, കാറ്റുണ്ടായി, വായു ഉണ്ടായി, അതിൽ നിന്ന് പിന്നെ രൂപമുണ്ടായി. ആ രൂപത്തിൽ നിന്നാണ് മഹസ് അല്ലെങ്കിൽ അഗ്നി ഉണ്ടായത്. അഗ്നിയിൽ നിന്ന് രസമുണ്ടായി, രസത്തിൽ നിന്ന് വെള്ളമുണ്ടായി. തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. പിന്നെ ഗന്ധം വാസന, മഹീം അതിൽ നിന്ന് ഭൂമിയും ഉണ്ടായി. എങ്ങനെയാണ് ഭൂമിക്ക് ഈ ഗന്ധം വാസന നമ്മളറിയുക? പുതുമഴ പെയ്യുമ്പോൾ മണ്ണിൽ വരുന്ന ഒരു വാസനയുണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് ഇവിടെ. ഏവം മാധവ, ഇപ്രകാരം ഹേ മാധവനായ ഗുരുവായൂരപ്പ, പൂർവം മുന്നേ ഉണ്ടായിട്ടുള്ള ആ ധർമ്മങ്ങൾ എല്ലാം കൂടി ചേർന്ന് അവയൊക്കെ പ്രകാശിപ്പിച്ചതങ്ങല്ലേ എന്ന് പറയുകയാണ് ഇവിടെ. ഏവം മാധവ പൂർവകലനാദ്യാദ്യാദ്യ. അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ഇങ്ങനെ എളുപ്പത്തിൽ വായിക്കാൻ നമുക്ക്. ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യ ധർമാന്വിതം. ഇങ്ങനെ വായിക്കുമ്പോൾ തെറ്റാതെ വായിക്കാമല്ലോ അല്ലേ? ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യ ധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയഃ താമസാത്. പ്രാകാശയസ്താമസാത് എന്നുണ്ട്. പ്രാകാശയഃ താമസാത് എന്ന് വായിക്കാൻ പറ്റും. അപ്പം ഇതിനെയൊന്ന് ട്യൂണിൽ കൂടി വായിച്ചാലോ? ശബ്ദാദ് വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപം അഥോ മഹോധചരസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയഃ താമസാത്. ഒന്നും കൂടെ ചൊല്ലാം. ശബ്ദാദ് വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപം അഥോ മഹോധചരസം തോയം ച ഗന്ധം മഹീം. മഹോധ തന്നെ വായിക്കണം, അഹോധ എന്ന് വായിക്കരുത്. മഹസ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, അഗ്നി എന്നൊക്കെയാണ് അത്രേ അർത്ഥം. അങ്ങനെ തന്നെ വായിക്കണം. തസ്മാത് രൂപം അതോ മഹോധചരസം തോയം ച ഗന്ധം മഹീം. ഏവം മാധവ പൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയഃ താമസാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമഃ.